നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതിലേക്ക് ഈ കൂടിക്കാഴ്ച പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിന് തുടക്കം കുറിക്കും എന്നുള്ള തരത്തിൽ അത് ആശാവഹമാണ്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അത് സാങ്കേതികമായി നാറ്റോയും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധം എന്ന നിലയിൽ മാറിക്കഴിഞ്ഞു. സാങ്കേതികമായി അത് റഷ്യ നാറ്റോ യുദ്ധമാണ്. യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് നീളുന്ന വളരെ മൂർത്തമായ തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടില്ല. അധികാരത്തിൽ വന്ന് 24 മണിക്കൂറിനകം ഈ യുദ്ധം പരിഹരിക്കും എന്ന് ട്രംപ് പറയുകയുണ്ടായി. അദ്ദേഹം ജനുവരി 20 ഓവൽ ഓഫീസിൽ പ്രവേശിച്ചതാണ്. ഇതുവരെ അദ്ദേഹത്തിന് ആ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, പുടിന്റെ നിലപാടുകൾ വളരെ കൃത്യതയാർന്നതും ശക്തവുമാണ് യുദ്ധത്തിന്റെ കാര്യത്തിൽ. റഷ്യ അതിന്റെ സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ സൈനിക നടപടി തുടരും എന്ന് വ്യക്തമായ സൂചന നൽകുന്ന പ്രസ്താവനകളും